വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐസോമെറിസം എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചത് അല്ലേ? എന്തായിരുന്നു ഐസോമെറിസം? ഞാൻ പറഞ്ഞു തന്നു, മെരസൽ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? എന്താ സംഭവം? കാണാൻ ഒരുപോലെ ഇരിക്കുകയും എന്നാൽ ഫംഗ്ഷനും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ വ്യത്യാസം വരുന്ന ഹൈഡ്രോ കാർബൺ ചെയിനുകളെയാണ് നമ്മൾ ഐസോമെറിസം എന്നല്ലെങ്കിൽ അല്ലേ എന്താ നമ്മൾ വിളിക്കുന്നതിന് നമ്മൾ ഐസോമറുകൾ അല്ലെങ്കിൽ ഐസോമെറിസം എന്ന് വിളിക്കുന്നത് അല്ലേ? അതായത് അവരുടെ മോളിക്കുലാർ ഫോർമുല, അതായത് ഇതിലുള്ള കാർബൺ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എണ്ണവും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. പക്ഷേ അവരുടെ അറേഞ്ച്മെൻറ്റിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോമെറിസത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. പല രീതിയിലുള്ള ഐസോമെറിസം ഉണ്ടെന്ന് പറഞ്ഞു. അതിലാദ്യം പഠിച്ചത് ചെയിൻ ഐസോമെറിസമാണ്. ഞാൻ ചെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ കാർബണെയാണ് ആലോചിക്കേണ്ടത്. കാർബണിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നതിലുണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ 4 സ്ട്രൈറ്റ് ചെയിൻ ആയിരുന്നു, ഇവിടെ 4 ബ്രാഞ്ചഡ് ചെയിനായി. രണ്ടും എന്തിൻ്റെ എക്സാമ്പിളാണ്? ചെയിൻ ഐസോമെറിസത്തിൻ്റെ ഉദാഹരണങ്ങൾ ആണ്. അതിൻ്റെ മറ്റ് എക്സാമ്പിൾസൊക്കെ നമ്മൾ ചെയ്തു. അടുത്ത് പഠിച്ചത് പൊസിഷൻ ഐസോമെറിസം ആയിരുന്നു. അതെന്തിനായിരുന്നു? ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷനിലുണ്ടാകുന്ന വ്യത്യാസം കാരണം അല്ലേ? അതായത് നോക്കിയേ, വെൻ ടു കോമ്പൗണ്ട് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ആ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് സെയിം മോളിക്കുലർ ഫോർമുലയാണ്, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പുമാണ്, പക്ഷേ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഇവിടെ ആണെങ്കിൽ കണ്ടോ, ഫസ്റ്റ് പൊസിഷനിൽ OH ഉണ്ടായിരുന്നു, ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ OH ഉണ്ട്. മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ രണ്ടുപേരുടെ ഫോർമുലയും സെയിം ആണെങ്കിലും പൊസിഷൻ വ്യത്യാസമാണ് അല്ലേ? ഇത് മെത്ത് എത്ത് പ്രൊപ്പൻ 1 ഓൾ ആവുമ്പോൾ ഇതെന്താണ്? പ്രൊപ്പൻ 2 ഓൾ ആയിട്ട് മാറും. രണ്ടും വ്യത്യസ്തമായ ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മൾ എന്തായിട്ട് കൂട്ടണം? ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പോലെ കൂട്ടണം. അതായത് ഡബിൾ ബോണ്ടിൻ്റെയും ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ വരുന്ന മാറ്റവും പൊസിഷൻ ഐസോമെറിസമായിട്ട് വരും. ഇവിടെ നോക്കിയാൽ ഡബിൾ ബോണ്ട് ഇവിടെയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് രണ്ടാമത്തെ പോയിന്റിലാണ്. സോ ഇതും എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതും നമുക്ക് ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതേണ്ടി വരും. ഇവിടെ ട്രിപ്പിൾ ബോണ്ടിൽ വരുന്ന വ്യത്യാസവും നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും? ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് വരും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി 2 എണ്ണേ ഉള്ളൂ. ഫങ്ഷണൽ ഐസോമെറിസവും മെറ്റാമെറിസവും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ് ഫങ്ഷണൽ ഐസോമെറിസം? ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആണോ അല്ലേ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഐസോമെറിസമാണ് എന്ത്? ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ 2 എക്സാമ്പിൾസ് ഉണ്ട്. ഈ 2 എക്സാമ്പിൾസിൻ്റെയും മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കിയേ. രണ്ടിടത്തും കാർബണിൻ്റെ എണ്ണം 2, രണ്ടിടത്തും കാർബണിൻ്റെ എണ്ണം 2. ഹൈഡ്രോജൻ 3 2 5 3 6, ഇവിടെ 3 3 6. ഹൈഡ്രോജൻ്റെ എണ്ണവും സെയിം. മുകളിൽ ഒരു ഓക്സിജൻ, താഴെയും ഒരു ഓക്സിജൻ. അപ്പോൾ മോളിക്കുലാർ ഫോർമുല 2 പേരുടെയും സെയിം. പക്ഷേ 2 പേരിലുള്ളയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വ്യത്യാസമാണ് അല്ലേ? ഇവിടെ OH അഥവാ നമ്മുടെ ഏതാണ്? ഹൈഡ്രോക്സിലാണ് വന്നതെങ്കിൽ ഇവിടെ എന്താണ്? Oയാണ് വന്നത്. അതായത് നമ്മുടെ ഈതർ എന്ന് പറയുന്ന അല്ലേ, നമ്മൾ ഈ പറയുന്ന ഈതർ എന്ന് പറയുന്നതാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും എന്ത് വ്യത്യസ്തമാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ മോളിക്കുലാർ ഫോർമുല വരികയും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആവുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ കോമ്പൗണ്ട് ഹാവ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ദേ ആർ നോൺ ആസ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫങ്ഷണൽ ഐസോമെറിസം. ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്കിവിടെ നോക്കാം. ഇവിടെ കണ്ടോ, CH3 CH2 CHO, CH3 CO CH3. രണ്ടിടത്തെയും മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. രണ്ടിടത്തും 3 കാർബൺ, രണ്ടിടത്തും 3 കാർബൺ. ഹൈഡ്രോജൻ 3 2 5 1 6 3 3 6. ഇവിടെയാണെങ്കിൽ എന്താ ബാക്കിയുള്ളത്? പിന്നെ O ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. അപ്പോൾ ഓയുടെ എണ്ണവും സെയിം. പക്ഷേ രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെയാണെങ്കിൽ എന്താണ്? ഇവിടെ ആൽഡിഹൈഡാണ്, ഇവിടെ എന്താണ്? കീറ്റോൺ ആണ് അല്ലേ? ഇവിടെ ആൽഡിഹൈഡാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവരെന്തിന് ഉദാഹരണമാണ്? ഇവർ
ഫങ്ഷണൽ ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കാണുന്നതാണെങ്കിൽ മെത്ത് എത്ത് അല്ലേ, അപ്പോൾ എന്താണ് ഒരു കാർബണും കൂടെ പ്രൊപ്പ്, അപ്പോൾ പ്രൊപ്പനാളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആണെങ്കിലോ CO, അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ്, പ്രൊപ്പൻ 1 എന്ന് വരും. നെയിമിംഗ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നെയിമിംഗ് ഓർമ്മയില്ലാതെ ഇതൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല, പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. നെയിമിംഗ് കൊടുക്കുന്ന ഭാഗം സെറ്റ് ആക്കിയിട്ട് ഈ ക്ലാസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിപ്പോയി നെയിമിംഗ് പഠിച്ചിട്ട് വാ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ കിടക്കുന്നുണ്ട്. എന്താണ് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്? When the compound have the same molecular formula but different functional group, they are known as functional isomerism and the phenomenon is known as. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, രണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞ് തന്നു. ഇപ്പോൾ ഒരു ചോദ്യം പറയുന്നുണ്ട്, കണ്ടോ? ചോദ്യം എന്താ പറയുന്നത്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് CH3 CH2 CH2 CHO. അപ്പോൾ നോക്കിക്കോ, CH3 CH2 CH2 മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, ബ്യൂട്ടനാൾ എന്ന് വരും അല്ലേ? എന്ത് വരും? ബ്യൂട്ടനാൾ. ബ്യൂട്ടനാളിൻ്റെ ഫങ്ഷണൽ ഐസോമറുകൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ആൽഡിഹൈഡ് വരുമ്പോൾ ഫങ്ഷണൽ ഐസോമർ വരാൻ ഏറ്റവും നല്ലത് ആരാണ്? കീറ്റോൺ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നോക്കിയപ്പോൾ CH3 CH2 CH2 CHO, കാർബണിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാൻ പാടില്ല, ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ മാറ്റം വരാൻ പാടില്ല, പക്ഷേ ഐസോമർ നമുക്ക് എഴുതണമെന്ന് പറഞ്ഞാൽ ദാ കിടക്കുന്നു. CH3 CO CH2 CH3. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന CHOയെ ഇവിടെ നിന്ന് മാറ്റുന്നു. അതായത് ഒരു കാർബണും ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ് നമുക്ക് വേണ്ടത്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് 1 2 3 4 കാർബണിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഉള്ളത് എന്തുവാണ്? ഹൈഡ്രജൻ കൊടുക്കണം. ഇല്ല, ഇവിടെ ഒരു H3 കൊടുത്തു, ഇവിടെ ഒരു H2 കൊടുത്തു, ഇവിടെ ഒരു H3 കൊടുത്തു. 3 3 6 7 8 3 3 3 4 5 6 7 8 ആഡിന് സെയിം ആയി. പിന്നെ എന്തുവാണ്? ആൽഡിഹൈഡ് വന്ന് കീറ്റോൺ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഡബിൾ ബോണ്ടിൽ O, അതാണ് ഇവിടെ CO എന്ന് എഴുതിയിരിക്കുന്നത്. കീറ്റോൺ പഠിച്ച് നിങ്ങൾക്കതറിയാം. സോ ഇതാണ് എന്ത്? നമ്മുടെ ആൽഡിഹൈഡിനെ പറ്റിയ എന്താണ് ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതാനുള്ള വഴി എന്താണ്? 1-2 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടും. അപ്പോൾ ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അത് കീറ്റോൺ ആയിരിക്കും. എന്തായിരിക്കും അത്? കീറ്റോൺ ആയിരിക്കും. എത്തനോൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ അവസാനം പഠിച്ച് ഈതറിനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്, ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് മെറ്റാമെറിസം. മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഈതർ പഠിച്ചു അല്ല, അവസാനത്തെ ഈതർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഓക്സിജന് 2 വാലൻസി ഉണ്ട്. ഓക്സിജന് 2 വാലൻസി ഉണ്ട്. അതിൻ്റെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ 2 ഗ്രൂപ്പും സെയിം ആകാം, ഡിഫറൻ്റ് ആകാം. അങ്ങനെയല്ലേ പഠിച്ചത്? ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഒരു ഡൈവാലൻ്റ് അല്ലെങ്കിൽ എന്താണ് 2 വാലൻസി വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇടതുവശത്തെയും വലതുവശത്തെയും ആൾക്കാരുടെ മെത്തോക്സി അല്ലെ നമ്മൾ ആ പറയുന്ന ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേര് പഠിച്ചത്. അപ്പോൾ ഈ ഇടതുവശത്തും വലതുവശത്തും വരുന്ന ആൾക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം, അങ്ങനെ വെറുതെ പറയുമ്പോൾ നമുക്ക് പിടികിട്ടു. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കിക്കോ, ഇവൻ്റെ പേരെന്താ? O. ഇവൻ്റെ ഇടതുവശത്ത് മെത്ത് എത്ത് എത്തോക്സി ഈതൈൻ, അതാണല്ലോ ഇതിൻ്റെ പേര് വരുന്നത്, എത്തോക്സി ഈതൈൻ. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ 1 ഇവിടെ 3, ഇവൻ്റെ പേരെന്താണ്? മെത്തോക്സി മെത്ത് എത്ത് പ്രൊപ്പൈൻ എന്ന് വരും, ആണല്ലോ പേര് വരുന്നത്. മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് വരും. അപ്പോൾ നോക്ക്, ഇവിടെ 2 ഇടത്തുള്ള വ്യത്യാസം എന്താ? കാർബണിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ? ഇല്ല. ഓക്സിജൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ? ഇല്ല. പിന്നെ എന്താ വ്യത്യാസം വന്നേ? ഓയുടെ ഇടതുവശത്ത് കിടന്ന ആളും വലതുവശത്ത് കിടന്ന ആളും ആദ്യത്തേൽ സെയിം ആയിരുന്നു. രണ്ടാമത് വന്നപ്പോൾ എന്ത് പറ്റി? ആ എണ്ണത്തിൽ വ്യത്യാസം വന്നു. ഇവിടെ 3 ആയി, അവിടെ 1 ആയിട്ട് മാറി. ഇത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബൈവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ, എന്തുകൊണ്ട് ബൈവാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും വാലൻസി വരുന്ന ആൾക്കാർ,
ബൈവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നവരുടെ ഇടത്തും വലത്തും ഉണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം. സോ ദ ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ദ കോമ്പൗണ്ട് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ബൈവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അല്ലേ, ബൈവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം വരുന്നതാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ കണ്ടോ. ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ഇവിടെ എന്താണ്, മെത്ത് എത്താണ്. ഇവിടെ ആണെങ്കിൽ എന്താണ്, മെത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരത്തില്ല രണ്ടുപേർക്കും, പക്ഷേ പൊസിഷനിൽ അല്ലേ ഈ ഇടതുവശത്തും വലതുവശത്തുള്ള ചെയിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റാമെറിസം എന്ന് വിളിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, CH3 CH2 CO CH2 CH3. ഈ പറയുന്ന CO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്, C ഡബിൾ ബോണ്ട് O ആണ്. ഇടതുവശത്തും വലതുവശത്തും ഒരാൾ ഉണ്ട്. ഈതർ പറഞ്ഞപ്പോഴും എന്തുണ്ട്, ഓക്സിജൻ്റെ ഇടതുവശത്തും വലതുവശത്തും OR എന്നല്ലേ നമ്മൾ അതിനെ പറഞ്ഞത്, റെപ്രസെൻ്റ് ചെയ്തത്. സോ അതാണ് വ്യത്യാസം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഇടത്തും വലത്തും എന്തുണ്ട്, ഈ പറയുന്ന ചെയിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേർക്കാണ് പ്രധാനമായിട്ടും എന്ത് കാണുന്നത്, മെറ്റാമെറിസം കാണുന്നത്. ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, COയുടെ ഇവിടെ മെത്ത് എത്ത്, ഇവിടെയും മെത്ത് എത്ത്. ഇവിടെ COയുടെ ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ എത്രയാണ്, 1 2 3. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം അല്ലേ, പേര് കൊടുക്കാം. എന്താ പേര് കൊടുക്കാൻ പറ്റുന്നത് നോക്കിക്കോ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. പെൻറ്റിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, പെൻഡൻ 3-1 എന്ന് പേര് വരും. ഇവിടെ ആണെങ്കിലോ രണ്ടാമത്തെ പൊസിഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് വരും, പെൻഡൻ 2-1 എന്ന് പറയും. രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം, സ്ട്രക്ചർ ഡിഫറൻറ്റ്. എന്തുകൊണ്ട് സ്ട്രക്ചർ ഡിഫറൻ്റ് ആയി, ഈ C ഡബിൾ ബോണ്ട് O എന്ന ഡൈവാലൻ്റ് വരുന്ന ആളുടെ ഇടത്ത് വലത്തും ഉണ്ടാകുന്ന എണ്ണത്തിൽ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഐസോമെറിസത്തെയാണ് അപ്പോൾ നമ്മൾ മെറ്റാമെറിസം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താ മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the isomerism exhibited by the compound with the same molecular formula but different alkyl group on either side of the bivalent functional group. അല്ലേ, ഓക്സിജൻ വര C ഡബിൾ ബോണ്ട് O വര ഇതാണെന്തെന്ന് പറയുന്നത്, നമ്മുടെ ബൈവാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈവാലൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇടത്തും വലത്തും വരുന്ന മോളിക്യൂളുകളുടെ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് കണ്ടോ, റൈറ്റ് ദ ഫോർമുല ആൻഡ് IUPAC നെയിംസ് ഓഫ് എനി 2 മെറ്റാമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഈതറല്ലേ, മെത്ത് എത്ത് പ്രൊപ്പ്, മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേരെന്താ വരുന്നത്, ഇതാ കിടപ്പുണ്ട്, പ്രൊപ്പോക്സി പ്രൊപ്പൈൻ അല്ലേ, പ്രൊപ്പോക്സി പ്രൊപ്പൈൻ. പ്രൊപ്പോക്സി പ്രൊപ്പൈൻ നല്ല പേരല്ലേ. പ്രൊപ്പോക്സി പ്രൊപ്പൈനിൻ്റെ മെറ്റാമറുകൾ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇടാം. ഈ ഓക്സിജൻ്റെ പൊസിഷൻ ഇവിടെ കിടക്കുകയാണ്. ഇതിനെ ഇങ്ങോട്ട് ഞാൻ ചാടിച്ചാൽ എനിക്ക് ഒരുതിനെ കിട്ടും. എന്തിനെ കിട്ടും, ദാ കിട്ടിക്കോ നോക്കിയോ, CH3 CH2 കഴിഞ്ഞിട്ട് ഈ O ഇപ്പുറത്ത് ചാടി. അപ്പോൾ എന്ത് കിട്ടി, O CH2 അപ്പം മെത്ത് എത്ത് ഓക്സി, മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ടൈൻ. അപ്പോൾ എത്ത് ഓക്സി എന്താണ്, ബ്യൂട്ടൈൻ കിട്ടിയോ. അടുത്ത ഈ ഓക്സിജൻ്റെ പൊസിഷൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചാടിച്ചു. അപ്പോൾ ഇവിടെ കിട്ടി CH3 കഴിഞ്ഞിട്ട് ദാ O അടക്കുന്നു. പിന്നെ ഇവിടെ എന്തുണ്ട്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. അപ്പോൾ എന്താണ്, മെത്തോക്സി പെൻറ്റയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇവൻ്റെ ഐസോമറുകളല്ലേ, മെറ്റാമറുകളല്ലേ. കാരണം എന്താ, ഇവിടെ രണ്ടിടത്തും ഇവൻ്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ എന്താ വ്യത്യാസം, ഇവിടെ നടുക്കാണ് O ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് മാറി, ഇവിടെ നടുക്കാണ് O ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 2 സ്ഥാനം ഇപ്പുറത്തോട്ട് മാറി. അതായത് ഈ പറയുന്ന O എന്ന ബൈവാലൻ്റ് ആയിട്ടുള്ള ആളുടെ മുമ്പിലുള്ള നമ്മളെ ആൽക്കോക്സിയിൽ ഇവിടെ 2 ആൽക്കോക്സി ഉണ്ടായിരുന്നു, ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ 2 എണ്ണമായി, ഇവിടെ 1 എണ്ണമായി. പൊസിഷനിൽ വന്ന വ്യത്യാസമല്ലേ, ഇത് കാരണം ഉണ്ടാകുന്നതല്ലേ എന്തെന്ന് പറയുന്നത്, മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. തീർന്നു, ചാപ്റ്റർ തീർന്നു. ലാസ്റ്റ് വരുന്ന ഈ ഒരു ടേബിൾ ചോദിച്ചേക്കുന്ന ഇത്രയേ ഉള്ളൂ. എക്സാമിൻ ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഐസോമെറിക് പെയർ. അല്ലെങ്കിൽ ഐസോമെറിക് പെയറുകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇവിടെ ചെയിൻ ഐസോമെറിസത്തിൻ്റെ ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയോ, ദ സ്ട്രെയിറ്റ് ചെയിൻ. എന്തുവാണ്, സ്ട്രെയിറ്റ് ചെയിൻ. ഇവിടെ ആണെങ്കിലോ സ്ട്രെയിറ്റ് ചെയിനിൽ ഒരു ബ്രാഞ്ച്, അപ്പോൾ 2ഉം 4ഉം സ്ട്രെയിറ്റ് ചെയിൻ. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ അറിയില്ല, കാർബൺ ചെയിൻ. ഇവിടെ സ്ട്രെയിറ്റ് ആയ കാർബൺ ചെയിൻ ആണ് അല്ലേ, സി 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 സി. നാലാമത്തേലാണെങ്കിലോ സി 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 സി, ഇവിടെ നിന്നൊരു സി. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിൾ, ചെയിൻ ഐസോമെറിസത്തിൻ്റെ എക്സാമ്പിൾ. രണ്ടാമത് പൊസിഷൻ ഐസോമെറിസത്തിൻ്റെ വ്യത്യാസം. പൊസിഷൻ ഐസോമെറിസം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം. ഇവിടെ കണ്ടോ,
OH എന്ന് പറയുന്നത് ആദ്യത്തതിലിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. ദേ ഈ അവസാനത്തെ നോക്കിയേ, ഈ പറയുന്ന OH എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? മൂന്നാമത്തേൽ ഇരിക്കുന്നു. അപ്പോൾ അത് ഏതൊക്കെ വരും? 1 6 1 6 കണ്ടേ പൊസിഷൻ 1 2 3 4 നാലാമത്തെ പൊസിഷന് OH ഇരിക്കുന്നു. ഇവിടെയാണെങ്കിലോ മൂന്നാമത്തെ പൊസിഷനിൽ OH ഇരിക്കുന്നു. അപ്പോൾ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിരിക്കുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഏതൊക്കെ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? 1 4. അടുത്ത് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം വരുന്നതാണ് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇവിടെ ഫങ്ഷണൽ ഐസോമെറിസം എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലേ ഇതാ അടക്കണു OH. എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 ഇതാ അടക്കുന്നു O. കണ്ടല്ലോ, 1 3 ഏതാണ്? 1 3 ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. കാരണം ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണെങ്കിൽ രണ്ടാമത്തേൽ എന്തായി? അത് ഈതറായിട്ട് മാറി അല്ലെ? എന്തായിട്ട് മാറിയത്? ഈതറായിട്ട് മാറി. പക്ഷേ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആൽക്കഹോൾ വരുമ്പോൾ ഈതറാണ് എന്തായിട്ട് വരുന്നത്? നോർമലായിട്ട് അതിൻ്റെ ഈ പറയുന്ന ഐസോമറായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് മെറ്റാമെറിസത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മെറ്റാമെറിസത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെറ്റാമെറിസത്തിന് നോക്കിയേ, ഇവൻ Oയുടെ ഇവിടെ 3 ഇവിടെ 1, Oയുടെ ഇവിടെ 2 ഇവിടെ 2 അല്ലേ? ഇവിടെ എന്താണ്? മെത്തോക്സി മെത്തേത്ത് പ്രൊപ്പൻ മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് വരും. ഇതാണെങ്കിലോ എത്തോക്സി ഈതൈൻ എന്ന് വരും. കേട്ടോ, Oയുടെ ഇപ്പുറത്തുമുള്ള എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം, അതാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. സോ ആ ടേബിൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വ്യക്തമായി ഞാൻ ഫില്ല് ചെയ്ത് ഫുൾ എഴുതി തന്നിട്ടുണ്ട്. സൗകര്യം പോലെ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് പറയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ്. ഇനി ലെറ്റസ് അസസ് എന്ന ഭാഗമാണ്. അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.